ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കുറച്ച് കാട് പിടിച്ച പോലെ കിടക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇവിടെ കാടല്ല, സ്ട്രോബെറിയും ബ്ലാക്ക് കറൻറ്റും രാസ്ബെറി എല്ലാം കൂടി ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കാടായിട്ട് തോന്നുന്നതാണ്. ഇവിടെ പക്ഷേ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. അത് നമ്മുടെ ഗൂസ്ബെറിയാണ്. ഗൂസ്ബെറി വാങ്ങിച്ചിട്ട് 2 വർഷമായി. എവിടെ നടണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. അങ്ങനെ 2 വർഷം അത് അവിടെ തന്നെ, അവിടെയല്ല പല സ്ഥലത്തായിട്ട് മാറി മാറി വെച്ച് ലാസ്റ്റ് ഇവിടെ വെക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഈ ഗൂസ്ബെറി ഒത്തിരി വലിയ മരമായിട്ട് പോകുമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ ഈ അടുത്താണ് അറിഞ്ഞത് ഗൂസ്ബെറി അങ്ങനെ ഒത്തിരി വലിയ മരം ആകുന്നതല്ല എന്ന്. ഗൂസ്ബെറിയിൽ അത്യാവശ്യം മുള്ളുള്ള ഒന്നാണ്. ഇച്ചിരി നീണ്ടിട്ട് നല്ല കുത്തിക്കൊള്ളുന്നൊരു മുള്ളാണ് അതിനുള്ളത്. അതുകൊണ്ടായിരുന്നു ഗൂസ്ബെറി അവിടെ നടണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. വലിയ മരമൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അത് നമുക്കൊരു ശല്യമായി മാറുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൂസ്ബെറി നടാനുള്ള കുഴിയൊക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് എല്ലുപൊടിയാണ് കേട്ടോ വിതറി കൊടുക്കുന്നത്. ഏതൊരു ചെടി നടുമ്പോഴും ഞാൻ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് ചെടികൾ നടുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പിറ്റേ വർഷമാണെങ്കിലും പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ ചെടികൾക്കും തന്നെ ഞാൻ എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഈ കുഴി കുഴിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയൊരു വലിയ കല്ലാണ് കേട്ടോ എടുത്ത് മാറ്റിയത്. ഇങ്ങനെ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ചെടികൾ നട്ടു കൊടുക്കാനായിട്ട്. ഞാൻ ഈ ഗൂസ്ബെറി എന്ന് പറയുന്നത് നാട്ടിലെ പോലത്തെ നെല്ലിക്കയല്ല കേട്ടോ. നാട്ടിലെ നല്ല കട്ടിക്കുള്ള നല്ല പുളിയുള്ള നെല്ലിക്കയല്ലേ. ഇതിനും പുളിയുണ്ട്, പക്ഷെ അത് ബെറീസിൽ പെടുന്ന ഒരു ഫ്രൂട്ടാണ്. അത് ഫ്രൂട്ടായിട്ടും കഴിക്കാൻ ഞങ്ങളിവിടെ കൂടുതലും ചമ്മന്തി അരയ്ക്കാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഗ്രോ ബാഗിലെല്ലാം മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നത്, അതിൻ്റെ അകത്തെല്ലാം പൊട്ടറ്റോ നട്ടിരിക്കുന്നതാണ്. ആ ഗാർഡൻ ഹൗസിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഇടയുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച എല്ലാ വർഷവും അതിൽ പൊട്ടറ്റോ നടാറുണ്ട് ആ സൈഡിൽ കൂടെ. അവിടെ കുറച്ച് വെയിൽ കുറവാണ്, എങ്കിലും ഇങ്ങനെ നട്ട് കഴിയുമ്പോൾ കുറച്ച് പൊട്ടറ്റോസ് കിട്ടാറുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഗൂസ്ബെറി. കുറേ 2 വർഷമായിട്ട് എന്നെ നടുവെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇപ്രാവശ്യം ആ വിഷമം അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ച്. ഈ ഗൂസ്ബെറിയുടെ ഏരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഏത് സൈഡിലേക്ക് നടണം എന്നുള്ള തിരിച്ചും മറിച്ചും വെച്ച് നോക്കുന്നതാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ടാണോ ഏരങ്ങൾ നിൽക്കുന്നത് അങ്ങോട്ടാണ് അത് വളരാൻ പോകുന്നത്. അപ്പം ചെടികളില്ലാത്ത സൈഡിലേക്ക് തന്നെ നടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതിയല്ലോ ഒത്തിരി വലുതാകുകയാണെങ്കിൽ. അത്തെ നിറച്ച് മുള്ളുണ്ട്, അതാണ് പ്രശ്നം. പിന്നെ അത്തെ പൂക്കളും ഉണ്ട് കേട്ടോ, നിറച്ച് പൂക്കളും ഉണ്ട്. ഇത് വാങ്ങുമ്പോൾ തന്നെ അത്തയിൽ കായ ഉണ്ടായിരുന്നു. ചെടിച്ചട്ടിക്കകത്ത് നിന്ന് കുറച്ച് ഏരങ്ങളും കൂടെ വന്ന്, പിന്നെ ചെടിച്ചട്ടിക്കകത്ത് നിന്ന് തന്നെ അതിൽ കായും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചെടിച്ചട്ടികളിൽ നിന്ന് ചെടികൾ മാറ്റി നടുമ്പോൾ ആ റൂട്ട് ബോളിൻ്റെ വേരുകൾ ഉറച്ചായിരിക്കും ഇരിക്കുന്നത്. അത് പതുക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ കുഴിയിലേക്ക് നട്ടു കൊടുക്കാനായിട്ട്. അങ്ങനെ നട്ടാലാണ് റൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് ചെടികൾ നന്നായിട്ട് വളരത്തുള്ളൂ. ഗൂസ്ബെറി നടുമ്പോൾ നല്ല വെയിലുള്ള ഏരിയ നോക്കി വേണം കേട്ടോ നടാൻ. എന്നാലാണ് അതിൽ നിറച്ച് കായകൾ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ എത്ര വളം നിന്നാലും കായകൾ ഉണ്ടാകാതെ ഇങ്ങനെ നിൽക്കും വെയിലുള്ള ഏരിയ അല്ലെങ്കിൽ. നട്ടതിന് ശേഷം ചെടി നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം കേട്ടോ മണ്ണൊക്കെ ഇട്ട്. അതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗൂസ്ബെറിക്ക് ചെടിച്ചട്ടിക്കകത്തുനിന്നൊരു മോചനം കിട്ടി കേട്ടോ. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ കുഞ്ഞു ചെടിച്ചട്ടിക്കകത്ത് ഇരുന്നിട്ടാണേലും അതിൽ നിന്ന് പറ്റുന്ന പോലെ ആ കുഞ്ഞു ചെടിയിൽ നിന്ന് ആ ഗൂസ്ബെറി കായ ഇടുന്നുണ്ടായിരുന്നു, പൂക്കളൊക്കെ ഉണ്ടായി. അപ്പം അത്യാവശ്യം വലിയൊരു ചെടിച്ചട്ടിക്കകത്ത് ഗൂസ്ബെറി നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ട ഗൂസ്ബെറി ചെടിച്ചട്ടിക്കകത്താണേലും വളർത്താൻ പറ്റും. ഗൂസ്ബെറി നടുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ വേണം കേട്ടോ നടാൻ. ഇതിപ്പം നട്ടിട്ട് 2-3 വർഷമായ ഗൂസ്ബെറിയാണ്. പക്ഷെ ഇതുവരെ കായ ഉണ്ടായിട്ടില്ല, കാരണം ഇവിടെ വെയിൽ അധികം കിട്ടുമല്ല. ഇതൊരു അടഞ്ഞു നിൽക്കുന്ന ഏരിയയാണ്. ഒത്തിരി മുള്ളുണ്ടല്ലോ, ഇതുണ്ടോ, ഇതിൽ നിറച്ച് മുള്ളുണ്ട്. അപ്പം വലിയ മുള്ളുണ്ടല്ലോ, പിന്നെ ഒത്തിരി വലിയ മരമാകും എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നട്ടത്. നടുന്ന സമയത്ത് വെയിലുണ്ടായിരുന്നു. ഇത് നട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്ന് ബ്ലാക്ക് ബെറി വെച്ചത്. ബ്ലാക്ക് ബെറി ഇത്രയും വളരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ.
അപ്പോൾ ബ്ലാക്ക്ബെറി ഒത്തിരി ഇങ്ങനെ വളർന്നു കയറി. തന്നെയല്ല, അയലോക്കത്തെ മരം ഇങ്ങനെ ഇങ്ങോട്ട് വളർന്നു തുടങ്ങി. അപ്പോഴത്തേക്കും ഗൂസ്ബെറിക്ക് വെയിൽ കിട്ടാതെ പാവം വിഷമിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഈ സ്ഥലം മാറ്റണം. ഞാൻ പതുക്കെ ഈ വർഷം ഇനിയിപ്പോൾ ലേറ്റായി. അടുത്ത വർഷം ഈ സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഗൂസ്ബെറി നടുമ്പോൾ നമ്മൾ അത്യാവശ്യം വെയിലുള്ള ഏരിയ നോക്കി വേണം കേട്ടോ നടാൻ. ഇതാണ് കേട്ടോ ഞാൻ നട്ടു കൊടുത്തിരുന്ന ഗൂസ്ബെറി. അത്തേലിപ്പോൾ കായ ഉണ്ടായി. നട്ടപ്പോൾ തന്നെ ഇത് പൂവുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണേലും ചെടിച്ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെയാണെങ്കിലും പൂവിട്ടിട്ട് കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം വലുതാകുന്നതനുസരിച്ച് കായയുടെ എണ്ണങ്ങൾ കൂടിക്കോളും. അങ്ങനെ ആ ഗൂസ്ബെറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടുന്ന സമയത്ത് കണ്ട് ഗ്രോ ബാഗുകളിലെ പൊട്ടറ്റോസും ഇതുപോലെ ആയിട്ട് നിൽപ്പുണ്ട്. പൊട്ടറ്റോസും പിന്നെ ബ്ലാക്ക് കറന്റ് എല്ലാം കൂടെ ഗൂസ്ബെറിയുടെ മണ്ടയ്ക്കേക്ക് ബ്ലാക്ക് കറന്റും രാസ്ബെറിയും ഇതെല്ലാം കൂടെ നിൽക്കുന്നത് കൊണ്ട് അടഞ്ഞാണ് നിൽക്കുന്നത്. അതൊന്ന് പിടിച്ചു കെട്ടി കൊടുക്കണം. ബ്ലാക്ക് കറന്റിൻ്റെ ഏരങ്ങളാണ് മൊത്തം ഇങ്ങോട്ടായി കിടക്കുന്നത്. കെട്ടിയിരുന്ന വള്ളി പൊട്ടിപ്പോയതാണ്. ഈ ഗൂസ്ബെറി പർപ്പിൾ വെറൈറ്റിയും ഗ്രീൻ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഈ 2 വെറൈറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.